Hi everyone, welcome back to my channel Relish my life. ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ സോഫ്റ്റ് ടീ കേക്കിൻ്റെ ആണ്. നല്ല ചൂടുള്ള പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഹോട്ട് മിൽക്ക് കേക്ക് എന്ന് വിളിക്കാറുണ്ട്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ എന്നിവ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മിക്സ് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് പൊടികളെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, ഇത്രയും കൂടിയിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി മാറ്റി വെക്കണം. നമുക്ക് അടുത്തതായിട്ട് പാലിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല് ഒരു സോസ് പാനിൽ എടുക്കുന്നുണ്ട്. 50 ഗ്രാം ബട്ടർ അളന്ന് തന്നെ എടുക്കണം. അതും കൂടി ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാക്കി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഈ ചൂടോട് തന്നെ നമുക്ക് കേക്ക് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓണാക്കി ഇടുന്നുണ്ട്. മുകളിലും താഴെയുള്ള റോഡ് ഓണാക്കുന്നുണ്ട്. അതേപോലെ 170 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടിട്ടുള്ളത്. ലോഫ് പാനിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് സുഖമായിട്ട് വിട്ടുപോരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്ക് ടിന്ന് ഒന്ന് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഏകദേശം 35 to 40 മിനിറ്റ് എടുക്കും ഈ കേക്ക് ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഓരോ ഓവനും വ്യത്യസ്തമായിട്ടുള്ള ടൈമായിരിക്കും എടുക്കുക. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് എടുത്തിട്ടുള്ളത് 35 മിനിറ്റാണ്. അപ്പോൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് പുറത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഞാനത് പുറത്തേക്ക് എടുത്തത്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.